ഒരു കഥ ചൊല്ലുമ്പോൾ ആ കഥയിൽ നായകൻ ഞാനാണ്. എപ്പോഴും ആ കഥയിലും നിങ്ങൾ പറയുന്ന ഏത് കഥയിലും നായകൻ ഞാനായിരിക്കും. എന്റെ പ്രേക്ഷകർക്ക് പറയാം, നിങ്ങളല്ല നായകനെന്ന്, പ്രതിനായകനാണ്. അങ്ങനെ എന്റെ പ്രേക്ഷകർ പറയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. മനസ്സ് എന്താണ് പറയുന്നത്? പൊളിറ്റിക്സ് കേരള വലിയൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ നിങ്ങളാണ് എന്നെ പിടിച്ചു നിർത്തിയത്. നിങ്ങളാണ് സാമ്പത്തികമായും മാനസികപരമായും എന്നെ പിടിച്ചു നിർത്തിയത്. കഥ ചൊല്ലാൻ പോകുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. ഒരു ദിവസം ഞാനിങ്ങനെ വൈകുന്നേരം, സത്യം പറഞ്ഞാൽ എനിക്ക് കോളേജിലും മറ്റിടത്തും എനിക്ക് സുഹൃത്തുക്കളൊന്നുമില്ല കേട്ടോ. സുഹൃത്തുക്കളുണ്ട്, അത്യാവശ്യം സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ സുഹൃത്തുക്കളൊന്നുമില്ല. സുഹൃത്തുക്കളൊന്നും ഇല്ലാതെ ഏകനായി നിൽക്കുന്ന ഷാജി ഒരുത്തൻ ഡബോ എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് വീഴുക. അവന്റെ പേര് മണിയെ. അവൻ ഡബോന്ന് വീഴുക. ഒരു ചെറുക്കായി. അവന്റെ പേര് ബൈജു. അപ്പൊ ഇവന് മറ്റവനെ ഇടിക്കുക. ഇടിയെന്ന് വെച്ചാൽ എന്റെ അമ്മച്ചേ സൂപ്പർ അടി. ഇടിച്ച് ലെവൽ ചെയ്ത് ഇവൻ ഓടി എന്റെ വീട്ടിൽ വന്ന് വീണു. അവിടെ വലിയ ടെസ്റ്റ് ഒന്നും സംഭവിച്ചില്ല. എന്റെ അച്ഛനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് ഓർമ്മ. വലിയ ടെസ്റ്റ് ഒന്നും സംഭവിച്ചില്ല. മാത്രമല്ല, ഈ സ്ത്രീ, ഈ നമ്മുടെ കുഞ്ഞൻ പയ്യനില്ലേ, അവന്റെ ബാക്ക് നടക്കുന്ന സ്ത്രീ, അല്ലെങ്കിൽ അവനെ ഇഷ്ടപ്പെടുന്ന സ്ത്രീ, അതുമല്ലെങ്കിൽ അവനോട് വാത്സല്യമുള്ള ഒരു സ്ത്രീ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ കഥകളൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ഇന്നലെ ഇവര് വന്ന് അടിച്ച ഡയലോഗുകൾ അത് കേട്ടപ്പോഴാണ് ഇത് പറയേണ്ട പറയേണ്ട അവസ്ഥയായി എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കഞ്ചാവ് മോഹന്റെ ഭാര്യയൊത്ത് ഈ സ്ത്രീ വന്നിരുന്നു. ഈ സ്ത്രീയെ ഞങ്ങളെല്ലാരും കൂടെ കൈവിട്ടിരുന്നെങ്കിൽ ഇവര് ആത്മഹത്യ ചെയ്തു പോയിരുന്നേ. അങ്ങനെ ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ അന്നത്തെ രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. എന്തായാലും കഞ്ചാവ് മോഹനെതിരെ നമ്മളെന്തായാലും നാളെ കേസ് കൊടുക്കും. പോർച്ചുഗീസുകാരുടെ കേസ് കൊടുക്കുന്നത് കൃത്യമായ രീതിയിൽ കേസ് കൊടുക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് കഞ്ചാവിന്റെ ഇതിൽ കയറി 2 ബീഡിയും വലിച്ച് കിടങ്ങുക. ഈ കഞ്ചാവിന് വേറെ വലിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ 2 ബീഡി വലിച്ചില്ലെങ്കിൽ കിടക്കില്ല. ഞങ്ങൾക്ക് അങ്ങനെയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എനിക്ക് സുഖമായിട്ട് കിടന്നു പറയാം. നിന്റെ ഉറക്കത്തിന്മേൽ ഞാൻ വരുന്ന മോഹന. പിന്നെ ഈ പ്രേംലാൽ എന്ന് പറയുന്ന പട്ടിക്ക് പറന്ന നായിന്റെ മോന്റെ പേര് ഞാൻ വരുന്നുണ്ട്. പ്രേംലാലെ, ഒരു ദിവസം ഒന്ന് ക്ഷമിക്കുക. നാളെ നിനക്ക് കാണാം ഷാജിയുടെ കളി. ഷാജിക്ക് കളിക്കാൻ വേറെ ഒരു ഗ്രൗണ്ടും ഇല്ല. പക്ഷെ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നീ പിടിച്ച് ഇറക്കിക്കഴിഞ്ഞു. ഇറങ്ങിക്കഴിഞ്ഞാലെന്നുള്ളതല്ല, നീ പിടിച്ച് ഇറക്കിക്കഴിഞ്ഞു. എന്തായാലും എന്റെ വീട്ടിൽ വന്ന് തെറി വിളിച്ചതിന് നിന്റെ സഹോദരിക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ ആ ലേഡി മോഹനും മണിയനും തമ്മിലുള്ള ബന്ധം. കാരണം രണ്ടുപേരും പൈസ വഹിക്കും. ഈ സ്ത്രീക്ക് അന്ന് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്ത്രീയുടെ അടുത്ത് നിന്ന് രണ്ടുപേരും പൈസ വഹിക്കും. പൈസയും ചോദിച്ച് മോഹനെ ഒരു ട്രിപ്പ് വലിപ്പിച്ചുകൊണ്ട് പോയി. അതിന്റെ ഗതികേടായി അവൻ ജയിലിൽ കിടന്നു 17 വർഷത്തിന് ശേഷം. പിന്നെ
പിന്നെ ഇങ്ങനെയൊക്കെ വന്ന് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു പോകുന്നില്ലേ മോനെ, നിന്റെ ഭാര്യയും വിവരമില്ലാത്ത ആ സ്ത്രീയും, നിനക്ക് പൈസ തന്ന സ്ത്രീയും, അതിനൊക്കെ ഒരു പ്രതികാരം ചെയ്തില്ലെങ്കിലേ നാളെ ഞാനങ്ങ് സ്വർഗത്തിലോ നഗരത്തിലോ പോകുമ്പോ, സ്വർഗത്തിലോ നരകത്തിലോ പോകുമ്പോ എന്റെ എല്ലാമെല്ലാമായ ആൾക്കാർ ചോദിക്കില്ലേ, പോമനെ ദിനേശ, കാണുമോനെ ദിനേശ, നാളത്തെ ഒറ്റ ദിവസം 12 മണിക്കകം നിനക്കെതിരെ കേസ് വന്നിരിക്കും, അല്ലെങ്കിൽ നിന്നെ വിളിച്ച് മൊഴിയെടുത്തിരിക്കും. ആ പൈലുകളെല്ലാം നീ താമസിക്കുന്ന സ്ഥലത്തുള്ള പിള്ളേരെല്ലാം മയക്കുമരുന്ന് അടിമയാണെന്നാണ് പറയുന്നത്. പറഞ്ഞ വേറെ ആരുമില്ല. അതൊക്കെ നാളെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീരുമാനിക്കാം. പേട്ട പോലീസ് കേസ് എടുത്തില്ലെങ്കിൽ ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഇങ്ങോട്ട് കയറി കളിക്കല്ലേ മോഹന. മോഹൻ ഇതിൽ നിരപരാധിയാണ്. ഞാനും പ്രേംലാലും തമ്മിലുള്ള ഒരു കളിയാണ് ഇതിൽ വന്നത്. അതുകൊണ്ട് മോഹൻ നിരപരാധിയാണ് എന്നതിനപ്പുറം മോഹൻ മയക്കുമരുന്ന് ഇപ്പോഴും വിൽക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ മയക്കുമരുന്ന് വിൽക്കുന്നുണ്ട്. ഇത്ര വയസ്സായില്ല നായിന്റെ മോനെ, വീണ്ടും മയക്കുമരുന്ന് പട്ടി.